അനീസ് അലിയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ് അലി, കടുവയ്ക്കായി വലിയ തിരച്ചിൽ തുടരുന്ന സമയത്ത് തന്നെയാണ് ദ്രുതകർമ്മ സേനാംഗത്തിന് നേരെ കൂടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കടുവയ്ക്ക് വെടിയേറ്റതായുള്ള സൂചനകൾ ലഭിക്കുന്നു. എന്തെങ്കിലും കാര്യത്തിലൊരു സ്ഥിരീകരണമുണ്ടോ? കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? ഒരാളുടെ ജീവൻ നഷ്ടമായി ദിവസങ്ങൾ പിന്നിടുന്നതിന് ഇടയിലാണ് മറ്റൊരു ആൾക്ക് നേരെ കൂടി, അതും ദ്രുതകർമ്മ സേനാംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാരക്കൊല്ലിയിലാണ്. പഞ്ചാരക്കൊല്ലിയിലെ ഈ ഒരു മറ്റൊരു ഭാഗത്ത് തറാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. RRT സംഘാംഗമായ ജയസൂര്യക്കാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ പരിക്ക് നിലവിൽ ഗുരുതരമല്ല. അദ്ദേഹത്തിന്റെ വലതു കൈക്കാണ് പരിക്കേറ്റുള്ളത്. അദ്ദേഹത്തെ ആശുപത്രി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. എല്ലാ ആളുകളും കടുത്ത ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്താ ഇവിടുത്തെ നിലവിലൊരു സാഹചര്യം? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ RPO ഉദ്യോഗസ്ഥന് ഇപ്പോൾ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. നിലവിലിപ്പം വനമന്ത്രി ഇന്നത്തേക്ക് 2 ദിവസമായി ട്രാജഡി കഴിഞ്ഞിട്ട് 3-ാം ദിവസമായി. അപ്പൊ ഇന്നലെ വനമന്ത്രി എത്തുന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു, എത്താൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ജനങ്ങൾ ഈ ട്രാജഡി അപമാനിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഈ സംഭവം നടക്കുമ്പോൾ ഈ രാധേച്ചിക്ക് സംഭവിച്ച സ്വകാര്യ വ്യക്തികളിൽ നിന്നാണ് മന്ത്രി അത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഫോറസ്റ്റിൽ നിന്നാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മന്ത്രി കൊടുക്കുകയും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത വനം മന്ത്രിയെ ഈ വീട് സന്ദർശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നിപ്പോ വനം മന്ത്രി ഈ ഭാഗത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ എന്തോ പ്രതിഷേധിക്കാനുള്ള? തീർച്ചയായിട്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് വ്യക്തമായ കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള നിങ്ങൾ കാണുന്നു ഇവിടെയുള്ള ഈ ജനങ്ങള് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പ്രതിനിധീകരിച്ചിട്ട് വന്ന ആളുകളല്ല. ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടെയുള്ള ആളുകളാണ്. ഇവർക്ക് വിവിധങ്ങളായ രാഷ്ട്രീയങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ മനുഷ്യരെന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കൂട്ടായ്മയെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തടയുമെന്ന് പറയുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ്? ഈ പ്രതിഷേധങ്ങളെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുണ്ടായത്. ഞങ്ങൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഏതെങ്കിലും കൊടിയുടെ പിൻബലത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. ഈ പ്രദേശവാസികൾ എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യം ഇപ്പൊ ഏറ്റവും അടിയന്തര അദ്ദേഹം ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം ഈ രാധ എന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ കടുവ പിടിച്ചത് വനത്തിനകത്ത് നിന്നാണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഏതായാലും ഇപ്പോൾ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് കടുവയുടെ ഭീഷണി അവസാനിപ്പിക്കുക. ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്ന നരഭോജി കടുവയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് നേരെ കൂടി ഇന്നിപ്പോ RRT സംഘാംഗത്തിന് നേരെ കൂടി ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവർ സർവായുധ സജ്ജരായിട്ടുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ദ്രുതകർമ്മ സേനാംഗത്തിനാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങളില്ല, പ്രത്യേക പരിരക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് മന്ത്രിയുടെ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കൂടി നിലനിൽക്കുന്നത്. മന്ത്രി ഈ പ്രദേശം സന്ദർശിക്കുന്നത് തടയും അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏറ്റവും അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് മന്ത്രിക്കെതിരായ പ്രതിഷേധം എന്നതിനേക്കാൾ കൂടുതൽ കടുവ ഭീഷണി അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ കടുവയെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ചോ അല്ലെങ്കിൽ അല്ലാതെ വെടിവെച്ചോ പിടികൂടുക, ജീവനോടെയോ അല്ലാതെയോ അതിനെ പിടികൂടി ഭീഷണി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നാട്ടുകാരെല്ലാവരും ഉള്ളത്. ആ ഒരു ആശങ്കക്ക് പരിഹാരമുണ്ടാക്കണം, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനാകണം എന്ന ആവശ്യമാണ് നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്നത്. അവർ ആവർത്തിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനേതെങ്കിലും കക്ഷി രാഷ്ട്രീയ പിൻബലമില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. വിവിധ കക്ഷി രാഷ്ട്രീയ മതജാതി വിഭാഗങ്ങളൊക്കെ ഈ സമരത്തിൽ ഉണ്ട്. നാട്ടുകാർ എന്നർത്ഥത്തിൽ മാത്രമാണ് ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. ആശങ്ക പരിഹരിക്കുക എന്നത് അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു സാഹചര്യം? എന്താണ് ഇപ്പോൾ വലിയ പ്രയാസത്തിൽ തന്നെയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണം, അതിനപ്പുറത്തേക്ക് വേറെ ഒരു മാർഗവുമില്ല. മയക്കുവെടി വെച്ച് പിടിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. മയക്കുവെടി വെക്കുക, കൂട് വെച്ച് പിടിക്കുക എന്നൊന്നും പരിഹാരമല്ല. ഒരു പരിഹാരമല്ല, കൊല്ലുക എന്നുള്ളതല്ലാതെ പരിഹാരമില്ല. മറ്റൊരു RRT നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകണം, മയക്കുവെടി വെക്കുക മാത്രമല്ല കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. മന്ത്രിയെ തടയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. മന്ത്രിയോടുള്ള ഒരു പ്രതിഷേധം കൂടി നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലേക്ക് കൂടെ